നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ അർജൻറ്റീന തങ്ങളുടെ ആദ്യ 2 മത്സരങ്ങളും ഗംഭീരമായിട്ട് വിജയിച്ചു. ഗ്രൂപ്പിൽ നിന്ന് റൗണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കി. ലയണൽ മെസ്സി ഹാട്രിക്കും ഒരു ബ്രേസും ഒക്കെ ആയിട്ട് മിന്നിത്തിളങ്ങി. ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിലാണ്. പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട്. 2 കളി 5 ഗോള് അർജൻറ്റീന ടീം പൊളിച്ചെടുക്കുകയല്ലേ. പക്ഷേ ആ 5 ഗോളും അടിച്ചത് മെസ്സിയാണ്. മറ്റ് സ്ട്രൈക്കർമാർക്ക് ഗോൾ വരുന്നില്ല. ഈ ഗോൾ ഡ്രൗട്ട് സ്വാഭാവികമായിട്ടും അർജൻറ്റീനയെ ആശങ്കയിലാക്കുന്ന ഒന്നാണ്. മറ്റ് സ്ട്രൈക്കർമാർ ആരൊക്കെയാണ്? ഹുലിയൻ അൽവാരസും അതുപോലെ ലൗതറോ മാർട്ടീനസും. ലൗതറോയുടെ കാര്യം ആദ്യം എടുക്കാം. അദ്ദേഹം വേൾഡ് കപ്പിൽ ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ വേൾഡ് കപ്പിലും ഒക്കെ ആയിട്ട് അദ്ദേഹം 8 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടും അതല്ലാതെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം 8 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇതുവരെ ഒറ്റ ഗോളും ഇല്ല. കഴിഞ്ഞ സെപ്റ്റംബർ 4 ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് മത്സരത്തിൽ അർജൻറ്റീനയ്ക്കായിട്ട് ഗോൾ അടിക്കുന്നത്. വെനിസ്വേലയ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അന്ന് 3-0 അർജൻറ്റീന വിജയിച്ച മത്സരത്തിൽ. അതിനുശേഷം ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ കളിച്ച 2 കളികളിലും അദ്ദേഹത്തിന് ഗോളില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിലൊരു പെനാൽറ്റി വിൻ ചെയ്തെടുത്തു. മെസ്സിക്ക് ഗോളാക്കാൻ പറ്റിയില്ല. പിന്നെ മെസ്സിക്കൊരു നല്ലൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അലാബയെ ബീറ്റ് ചെയ്യാൻ മെസ്സി കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഇത്രയായിട്ടും വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു ഗോളില്ലാത്ത സ്ട്രൈക്കർ ലൗതറോ മാർട്ടീനസ്. മറുഭാഗത്ത് ഹുലിയൻ അൽവാരസ് കഴിഞ്ഞ 2 കളികളിലും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗെയിമിൽ അത്രയധികം ഇൻവോൾവ് ആയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വരും കളികളിൽ അദ്ദേഹത്തിൽ നിന്ന് ഗോൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അർജൻറ്റീനയ്ക്കായിട്ട് ഗോൾ അടിച്ചത് ജൂൺ 5, 2025 ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ 1-0 ചിലിക്കെതിരെ അർജൻറ്റീന വിജയിച്ച മത്സരം. സിൻസ് ദെൻ അദ്ദേഹം മാർച്ചിൽ നടന്ന ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ ഗോളടിച്ചു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് സാംബിയക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം എന്നല്ലാതെ മറ്റു ഗോളുകളില്ല. ഒരു ഒഫീഷ്യൽ മത്സരം ഏറ്റവും ഒടുവിൽ ഗോൾ അടിക്കുന്നത് ജൂൺ 5, 2025 എന്നാൽ ലൗതറോക്ക് വേൾഡ് കപ്പിൽ ഒരു ഗോളും അടിക്കാൻ പറ്റിയില്ല നമ്മൾ പറഞ്ഞല്ലോ. അതേസമയം ഹുലിയൻ അൽവാരസ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്, ഗോളും അടിച്ചിട്ടുണ്ട്. 4 ഗോളുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ വക ഉണ്ടായിരുന്നു. പോളണ്ടിനെതിരെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോൾ അടിച്ചു. ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം റൗണ്ട് ഓഫ് 16 ഗോൾ അടിച്ചു. ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം 2 ഗോളുകൾ സെമി ഫൈനൽസിൽ അടിച്ചു. അങ്ങനെ മികച്ച പ്രകടനം ഹുലിയൻ അൽവാരസ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നടത്തിയിട്ടുണ്ട്. അതിന് ഈ വേൾഡ് കപ്പിൽ നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സെൻട്രൽ ഫോർവേഡ്മാർ ഗോൾ അടിക്കുന്നില്ല. അത് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എല്ലാം കവർ ചെയ്യാൻ ഒരാളുണ്ടല്ലോ, സാക്ഷാൽ ലിയോ മെസ്സി. അതാണ് അർജൻറ്റീനയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ എളുപ്പമാക്കുന്ന ഒരു ഹേതുവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.